വർഷാവസാന പരീക്ഷയിൽ ജയിച്ചാലും ഇല്ലെങ്കിലും ക്ലാസ് കയറ്റം നൽകണമെന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 5-8 ക്ലാസുകൾ കടന്നുകിട്ടാൻ ഇനി മുതൽ വാർഷിക പരീക്ഷ പാസ്സായിരിക്കണം. നിശ്ചിത മാർക്ക് നേടി പാസ്സാകാത്ത കുട്ടികൾക്ക് 2 മാസത്തിന് ശേഷം ഒരു പരീക്ഷ കൂടി നടത്തി പഠന നിലവാരം പരിശോധിക്കും. ഈ കടമ്പയും കടക്കാത്ത കുട്ടികൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകരുത് എന്നാണ് പുതിയ നിബന്ധന പറയുന്നത്. ഈ ഗണത്തിൽപ്പെടുന്നവരെ അതേ ക്ലാസുകളിൽ വീണ്ടും ഇരുത്തണം. വാർഷിക പരീക്ഷയിൽ വിജയം ഉറപ്പാക്കിയാൽ മാത്രം പ്രൊമോഷൻ എന്ന നിബന്ധന കുട്ടികളുടെ പഠന മികവ് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് വിശദീകരണം. വിദ്യാഭ്യാസം കൺകറന്റ് വിഷയമായതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങൾ കേന്ദ്ര നയത്തിന് എതിരാണെങ്കിലും നിശ്ചിത ശതമാനം മാർക്കുണ്ടെങ്കിലേ പ്രൊമോഷൻ നൽകേണ്ടതുള്ളൂ എന്ന് കേരളവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 30% മാർക്ക് നേടാത്ത കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ നടത്തി നിലവാരം അളക്കാനാണ് ആലോചന. ഓൾ പ്രൊമോഷൻ എന്ന നിലവിലെ സമ്പ്രദായം അവസാനിപ്പിക്കാൻ കേരളവും ഒരുങ്ങുന്നതിന് പിന്നാലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഈ പരിഷ്കാരത്തിനെതിരെ ഭരണാനുകൂല അധ്യാപക സംഘടനക്കാർ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം. 5-8 ക്ലാസുകളിലെ ഓൾ പ്രൊമോഷൻ രീതി ഉപേക്ഷിക്കാനുള്ള കേന്ദ്ര തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. ഇതിനകം 16 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇത് നടപ്പാക്കി കഴിഞ്ഞു. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, സൈനിക സ്കൂളുകൾ, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന സ്കൂളുകൾ എന്നിവ ഓൾ പ്രൊമോഷൻ അവസാനിപ്പിക്കുകയാണ്. എഴുതാനും വായിക്കാനും പ്രാപ്തിയില്ലാത്ത കുട്ടികളെ ഉയർന്ന ക്ലാസുകളിലേക്ക് കയറ്റിവിടുന്നത് കൊണ്ട് അവർക്കോ സമൂഹത്തിനോ ഒരു പ്രയോജനവും കിട്ടുന്നില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് പുതിയ മാറ്റം കൊണ്ടുവരുന്നത്. ദീർഘവീക്ഷണമില്ലാതെയും കയ്യടി നേടാനും കൊണ്ടുവരുന്ന ചില പരിഷ്കാരങ്ങൾ കുട്ടികളെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്നതിന്റെ ഒന്നാന്തരം ഉദാഹരണമാണ് ഓൾ പ്രൊമോഷൻ സമ്പ്രദായം. പരീക്ഷയിൽ മികവ് കാണിച്ചില്ല എങ്കിലും ക്ലാസ് കയറ്റം സാധ്യമാണെന്ന് വരുന്നത് ഗൗരവപൂർവ്വം പഠനത്തെ സമീപിക്കുന്നതിൽ നിന്ന് ഒട്ടനവധി കുട്ടികളെ പിന്തിരിപ്പിക്കും. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴും 4 വാചകം തെറ്റുകൂടാതെ എഴുതാനോ വായിക്കാനോ കുട്ടികളിൽ പലർക്കും കഴിയുന്നില്ല എന്ന സത്യം പരസ്യമായി തുറന്നടിച്ചത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെയാണ്. ഈയൊരു പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹം ഒട്ടനവധി പഴികൾ കേൾക്കുകയും ചെയ്തു. കേരളത്തിൽ 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികളിൽ 10,000-ങ്ങളാണ് പൂർണ്ണ A+കാർ. പഠന മികവിന്റെ തെളിവായി വിദഗ്ധർ ഇത് കണക്കിലെടുക്കാറില്ല. വിജയ ശതമാനം 100-നടുത്ത് എത്തി നിൽക്കുന്ന SSLC പരീക്ഷയുടെ പൊള്ളത്തരം പൊതുവെ ബോധ്യമായിട്ടുണ്ട്. ഒരു തരത്തിലും പ്രൊമോഷൻ അർഹതയില്ലാത്ത കുട്ടികൾക്ക് ഓരോ വർഷവും ക്ലാസ് കയറ്റം നൽകി അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കുകയാണ് ഓൾ പ്രൊമോഷൻ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വാർഷിക പരീക്ഷകളിൽ നിശ്ചിത ശതമാനം മാർക്ക് നേടിയാലേ പ്രൊമോഷന് പരിഗണിക്കുകയുള്ളൂ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം. കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണിത്.